ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ് കെമിക്കൽ ലാബ്. മുറിയിൽ നിന്ന് കണ്ടെടുത്ത കവറിലാണ് ലഹരി സാന്നിധ്യം. ലഹരി പാർട്ടിയിൽ പങ്കെടുത്തവരിൽ നിന്നും വീണ്ടും മൊഴിയെടുക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി സൈഫുന്നീസ അലിയാർ ചേരുന്നു. സൈഫുന്നീസ അലിയാർ, നേരത്തെ കണ്ടെടുത്ത കവറിൽ ലഹരി സാന്നിധ്യമുണ്ടെന്ന് സംശയമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കെമിക്കൽ ലാബിന്റെ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരിക്കുന്നുവെന്നാണ്. അതായത് ഈ ഓംപ്രകാശ് താമസിച്ച മുറിയിലേക്ക് താരങ്ങൾ വന്നതും പോയതും വെറുതെയല്ല എന്ന സംശയത്തിലാണല്ലേ പോലീസ്. സൈഫുന്നീസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഒക്ടോബർ 6-ാം തീയതിയാണ് ഈ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെയും ഒപ്പം തന്നെ ഷിഹാസ് എന്ന ഇയാളുടെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെയും മരട് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്ന് ഇവരുടെ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ നിന്ന്, ക്രൗൺ പ്ലാസ ഹോട്ടലിലെ മുറിയിൽ നിന്ന് ഒരു കൊക്കൈൻ അടങ്ങിയ സിപ്പ് കവർ കണ്ടെത്തുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിയിലെത്തിയപ്പോൾ ഈ സിപ്പ് കവറിനുള്ളിൽ കൊക്കൈൻ ആണ് എന്ന് സ്ഥിരീകരിക്കാനായില്ലെന്നും ഇതിന്റെ അളവ് എത്രയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് പ്രതിഭാഗം വാദിച്ചത്. ഇതേ തുടർന്ന് ഓം പ്രകാശിനും ഒപ്പം തന്നെ ഈ കൂടെ ഉണ്ടായിരുന്ന ഒന്നാം പ്രതിയായ ഷിഹാസിനും ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു. റിമാൻഡ് റിപ്പോർട്ടായി കോടതിയിൽ പോലീസ് നൽകിയിരുന്ന അപേക്ഷയിലായിരുന്നു ഇവിടെ ലഹരി പാർട്ടി നടന്നിരുന്നു എന്നും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും നടി പ്രയാഗ മാർട്ടിനും അടക്കം ഈ ഹോട്ടൽ മുറിയിൽ സന്ദർശനം നടത്തിയിരുന്നു എന്നുമുള്ള വിവരം പോലീസ് കോടതിയെ അറിയിച്ചിരുന്നത്. ഇതേ തുടർന്നാണ് നമ്മൾ മാധ്യമങ്ങളടക്കം ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും തുടർന്ന് ശ്രീനാഥ് ഭാസിയെയും പ്രയാഗ മാർട്ടിനെയും പോലീസ് ചോദ്യം ചെയ്യുകയും എല്ലാം ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ കേസിന്റെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട അന്വേഷണ വിവരം പുറത്തു വരുന്നത് കെമിക്കൽ ലാബ് ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതായത് ആ സിപ്പ് കവറിനുള്ളിൽ ഉണ്ടായിരുന്നത് കൊക്കൈൻ തന്നെയാണ് എന്നുള്ളത്, രാസലഹരി തന്നെയാണ് എന്നുള്ളത് കെമിക്കൽ ലാബ് സ്ഥിരീകരിച്ചിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി ഇപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ഈ സിപ്പ് കവറിനുള്ളിൽ പറ്റിപ്പിടിച്ച നിലയിൽ, അതായത് ഒഴിഞ്ഞ സിപ്പ് കവറായിരുന്നു, അതിൽ പറ്റിപ്പിടിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്ന രാസലഹരിയുടെ സാന്നിധ്യമാണ് ഇപ്പോൾ കൊക്കൈനാണ് എന്ന് കെമിക്കൽ ലാബ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അന്ന് തന്നെ ഓം പ്രകാശിനും ഒപ്പം തന്നെ ഷിഹാസിനുമെതിരെ NDPS ആക്ട് പ്രകാരമായിരുന്നു ഒക്ടോബർ 7-ാം തീയതി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ കേസിൽ ഇവർ ജാമ്യത്തിലാണ്. ജാമ്യം റദ്ദാക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങൾക്കായി പോലീസ് കോടതിയെ സമീപിക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി പേരെ, അന്ന് ലഹരി പാർട്ടിയിൽ പങ്കെടുത്ത നിരവധി പേരെ പോലീസ് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ഇക്കാര്യത്തിൽ കൊക്കൈൻ ആണെന്ന് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് പോലീസിന് ഈ കേസിൽ വലിയൊരു തെളിവായി അത് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ അന്ന് ഓം പ്രകാശിനെയും ഒപ്പം തന്നെ ഷിഹാസിനെയും ഹോട്ടൽ മുറിയിൽ വന്ന് കണ്ടെത്തിയവരിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു പരിമിതിയുള്ളത്, ഇപ്പോൾ ദിവസങ്ങൾ ഇത്രയും കഴിഞ്ഞതിനാൽ തലമുടിയിലൊന്നും ഇനിയിപ്പോൾ ഈ ലഹരിയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയില്ല. കവറിൽ കണ്ടെത്തിയതുകൊണ്ട് ഒരുപക്ഷെ ഓം പ്രകാശിന് ജാമ്യം നിഷേധിക്കാൻ കഴിയുമോ? അതും സംശയമാണ്. കാര്യം ക്വാണ്ടിറ്റിയും ഇപ്പോൾ കൃത്യമായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി മൊഴിയെടുക്കും എന്നതിനും അപ്പുറത്തേക്ക് അടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള ശാസ്ത്രീയ തെളിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലേ സൈഫു? തീർച്ചയായും ശാസ്ത്രീയ തെളിവുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. പക്ഷേ ഇതിന്റെ നടപടിക്രമം എന്നോണം പോലീസിന് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഈ നടപടിക്രമത്തിന്റെ ഭാഗമായാണ് ഈ സിപ്പ് കവർ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചത്. കെമിക്കൽ ലാബ് പരിശോധന ഫലം വന്നിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി കോടതിയിൽ വീണ്ടും പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ കൊക്കൈൻ തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നതെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം, അടക്കമുള്ള കാര്യങ്ങൾ നടത്താനുള്ള നടപടിക്രമങ്ങൾ നടത്താനുള്ള സാധ്യത പോലീസിന് മുമ്പിലുണ്ട്. പക്ഷേ അവർ എത്രത്തോളം ഇക്കാര്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് വ്യക്തതയില്ല. എന്തായാലും നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നിന്ന് ഓം പ്രകാശിന്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്തത് കൊക്കൈൻ ആണ് എന്ന് പോലീസിന് സ്ഥിരീകരിക്കാനായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.